ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോവാണ്. 9:15 ആയി തോന്നുന്നു അല്ലേ? 10 o'clock വരെ ഉള്ളൂ. ഇരിക്കാൻ വൈകി. നല്ല തിരക്കാണല്ലോ. ഇവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അൺലിമിറ്റഡ് ഓപ്ഷൻസ് അല്ലേ? ഇതിൽ സോസേജ് മാത്രമല്ലേ? ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. ഞാൻ ബീൻസ് ഒന്നും എടുത്തില്ല. ഈ ബ്രെഡ് ബട്ടർ എടുക്കും. ആളിതെൻ്റെ അടുത്ത് ഗ്രാനോളയോ, പിന്നെ ടീ, കോഫി, ജ്യൂസ് അങ്ങനത്തെ പറയുന്നുണ്ട്. ജാം എടുക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. കറക്റ്റ് 11:15 എങ്ങാണ്ടായിട്ടുണ്ട്. ഇന്നത്തെ വെതർ പ്രതീക്ഷിച്ച പോലെ നല്ല മഴ, നല്ല തണുവ്, നല്ല തണുവ്. വണ്ടി ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നമ്മുടെ കാർ പാർക്ക് അവിടെയാ, പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നനയും. ക്യാപ്പ് ഇട്. അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോണേന്നുള്ളത് ഏകദേശം ഇന്നലെ തന്നെ ഒരു ഐഡിയ കിട്ടി കാണും. ഞങ്ങളിവിടെ അടുത്തൊരു ട്യൂലിപ്പ് ഗാർഡൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്യൂലിപ്പിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു ഫാം ഉണ്ട്. അത് ഈ സ്പ്രിങ് സമയത്തൊക്കെയാണ് ഓപ്പൺ ആവണം. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അഞ്ചു ചേച്ചിയും അവരും ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ മോർണിംഗ് ഐ തിങ്ക് അവരുടെ സ്ലോട്ട് ഓൾറെഡി കഴിഞ്ഞു. ഞങ്ങളുടെ 12 മണിയാണ്. ഐ തിങ്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? 10-20 മിനിറ്റ്. 10 മിനിറ്റേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. പക്ഷേ വെതർ ഈസ് നോട്ട് അനുകൂലം. അപ്പോൾ അവിടെ പോയിട്ട് ഇനി എങ്ങനെയാ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ശക്തമായ മഴ ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇനി അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതെ, ശക്തമായി പെയ്യാതിരുന്ന മതിയായിരുന്നു. ഇതാണ് ട്യൂലിപ്പ് ഗാർഡൻ, ടല്ലീസ് ട്യൂലിപ്പ് ഗാർഡൻ. ഇവർക്ക് വേറെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ലണ്ടൻ്റെ അടുത്തുണ്ട്. ഇത് നമ്മൾ വന്നിരിക്കുന്നത് വാർവിക്ക്ഷയർ എന്ന് പറയുന്ന സ്ഥലം ബർമിംഗമിന് കുറച്ചടുത്താണ്. നമ്മുടെ നാട്ടുകാരായ ചേച്ചിനെ കണ്ടുപിടി. എവിടെ നാട്ടുകാര്? താങ്ക് യു. നമുക്ക് അവർ ടിക്കറ്റ് സ്കാൻ ചെയ്തതിന് ശേഷം ട്യൂലിപ്പിൻ്റെ സ്റ്റാമ്പ് വെച്ച് തന്നു. ട്യൂലിപ്സ് ഇതുപോലെ ഒരെണ്ണമാണ് നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു പിങ്കിഷ് കളർ. അവിടെയുള്ള പോലത്തെ ഒരു കളറായിരുന്നു നമ്മുടെ ഗാർഡനിൽ വരുന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ വായന്ന് വരുന്ന പുകയാണ്. ദാ കണ്ണു നമ്മുടെ ട്യൂലിപ്പ് ഫാം. വാവ്, നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. ഹലോ, എങ്ങനെയുണ്ട്? സുഖായോ? You feeling better now? Good morning. ഞങ്ങൾ വീണ്ടും കണ്ടു. ഓ, ഇവിടെ അടുത്ത് വേറെ ഉണ്ടോ ഇനിയും? ഇതിന്റെ ഉണ്ടാക്കുന്ന സ്ഥലം
ആ അത് ശരി. ഞങ്ങൾ ആ ഇമെയിലിൽ അവർ പോസ്റ്റ് കോഡ് തന്നിട്ടുണ്ട്, അത് ഇട്ടിട്ടാ വന്ന്. അതെ, രണ്ടാമത് കാണാൻ പറ്റി. നല്ല മഴ പെയ്യുന്ന സമയത്ത് എന്താ പറയാ, നട്ടപ്രാന്ത് എന്നൊക്കെ പറയില്ലേ, ഞങ്ങള് ഈ മഴയത്ത് നിന്നിട്ട് റീൽസ് ഒക്കെ എടുക്കാനുള്ള ഒരു പ്ലാനിലാണ്. മഴയായാലും വെയിലായാലും റീൽസ്. അതെ അതെ, മഴയത്തും വെയിലത്തും റീൽസ് മുഖ്യം പിക്കില്ലേ. 1 2 3 4 എല്ലാരും ഇത് ഞങ്ങളുടെ പോലെ തന്നെ വേറെ ഒരു ഗ്രൂപ്പും അടിപൊളി യൂണിഫോമൊക്കെ ഇട്ടിട്ട് റീൽസ് ഷൂട്ട് ചെയ്യണം. ഐ തിങ്ക് അവർ ഓവർ 50 ഓവർ 60 ഏജഡ് എന്തോ ആണ്. എവിടുന്നോ ദൂരം വന്ന ഗ്രൂപ്പാണ്. അടിപൊളി. അഫ്കോഴ്സ് ഇത്ര നല്ല ഒരു ആംബിയൻസും ബാക്ക്ഗ്രൗണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് റീൽസ് എടുക്കാതിരിക്കുക. അപ്പൊ ടാറ്റ പറയാനുള്ള ടൈമായി. ഇവര് ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകും. ഞങ്ങള് ഇപ്പൊ മഴ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പായി. ഇത്ര നേരം ഞങ്ങൾ മഴയത്തായിരുന്നു. റീൽ എടുക്കലും ചെയ്യാനൊരു ഭാഗ്യം. എന്നാലും ആൾക്കാരുണ്ടല്ലേ, ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. മഴയായിട്ട് കൂടി ചുക്സീനെ ഇന്നലെ കണ്ടില്ല. ചുങ്സി അറിഞ്ഞില്ല. ചൂടാ അവിടെ. ഇവിടെ വന്നപ്പം കോയിൻസിഡൻസസ് ആണ്. യൂട്യൂബിൽ വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കാം കൈപ്പൻസ് ഫാമിലി. അപ്പോൾ നമ്മൾ കൈപ്പൻസ് വ്ളോഗിലുള്ള രാജേഷിന്റെ മമ്മിയല്ലേ, ഇവരെയും കണ്ടുപിട്ടി. കൈപ്പൻ ചേട്ടനെ ഇതുവരെ കണ്ടിട്ടില്ല, ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. കുഞ്ഞുമണീനൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും പോയിട്ട് വാ. ഇവിടെ മാഷ്മെല്ലോ മേടിച്ചിട്ട് ഇങ്ങനെ കണലിൽ ചുട്ടിട്ട് കഴിക്കുക. മാഷ്മെല്ലോ കഴിച്ചില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ നല്ല സുഖമുണ്ട്. തണവിന് ഒരു ആശ്വാസം. എങ്ങനെയുണ്ട്? ബൈ. അഞ്ജു ചേച്ചിയും പ്രീതി ഫാമിലിയും അല്ല അത് കണ്ടു. അവർ പോയി, കാരണം അവർക്ക് സന്തോഷമായിട്ട് എന്തോ വർക്കുണ്ട്. ഞങ്ങളപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇവിടെ തന്നെ ലഞ്ച് മേടിക്കാമെന്ന് വിചാരിച്ചാൽ മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞോ എന്ന് മാത്രം പറയാം. സ്റ്റോപ്പ് ആയിട്ടില്ല. മാളൂല എപ്പോഴും ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത ഒരു പിസയും ഫ്രൈസും പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റും മേടിച്ചു. തണുപ്പത്ത് നല്ല ചൂടുള്ളത് കുടിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റൗണ്ട് ഈ ഫീൽഡിൻ്റെ അറ്റം വരെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മൾ ഐ തിങ്ക് പകുതി വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മഴ ഒന്ന് കുറഞ്ഞതായിരുന്നു, ഇപ്പോൾ വീണ്ടും ചാറി തുടങ്ങി. അവിടെ അറ്റം വരെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എന്താ എന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ അല്ലേ? അതെ അതെ, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്താ പറയുക, നമ്മൾ മൂവീസിലൊക്കെയാണ് ഇതുവരെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടുള്ളത്. ഹിന്ദി മൂവി സിൽസില ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ട് ഒരുപാട്. അമിതാഭ് ബച്ചനും രേഖയുടെ ഒക്കെ ഒരു പാട്ട് സീരിയല്ലേ,
ആ ട്യൂലിപ്സും ലാവൻഡറും ഉണ്ട് തോന്നുന്നു, പക്ഷെ ട്യൂലിപ്പ് ഉണ്ട്. എത്ര വെറൈറ്റി കളേഴ്സാണ്, എന്ത് രസമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ മനസ്സില്ല. കാലാവസ്ഥ കുറച്ചുകൂടി നല്ലതായിരുന്നെങ്കിൽ നമുക്ക് ഫുൾ എന്താ പറയുക സൺസെറ്റൊക്കെ ആവണ വരെയും വെയിറ്റ് ചെയ്യാം. ഓരോന്നിൽ ഇതിലിപ്പോൾ 2 കളേഴ്സ് മിക്സ്, യെല്ലോയും റെഡും മിക്സ്, പിന്നെ ഒറ്റ കളറ് മാത്രമായിട്ട് ഓരോരോ വൈറ്റ് കളർ, ഇവിടെയൊക്കെ പല പല ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് രസമല്ല ആ പച്ച പുല്ലിൻ്റെ അടുത്ത് ഇങ്ങനെ കാണാൻ. അങ്ങനെ ഒരു ഫുൾ മഴ ദിവസം നമ്മൾ ട്യൂലിപ്പ് ഫാമിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാം അല്ലേ? അതെ, അടിപൊളിയായിരുന്നു. മഴയും കൂടി ഇല്ലായിരുന്നെങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ ആയേനെ അല്ലേ? പക്ഷെ ഇപ്പൊ നിന്നു, ഇപ്പൊ കണ്ട, ഇപ്പൊ നമ്മൾ പോവാറായി, ഇപ്പൊ മഴയൊക്കെ സ്റ്റോപ്പായി, കുറച്ച് ബ്രൈറ്റ്നെസ് വന്നു തുടങ്ങി. എന്താ വെച്ചാൽ സൂര്യപ്രകാശം ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂക്കളുടെ ഭംഗിയൊക്കെ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇത് ലണ്ടനിൽ 2 hours ഉണ്ടാവുള്ളൂ ഏകദേശം. ലിവർപൂളിൽ ഞങ്ങൾക്ക് 2 hours ആയിരുന്നു. അപ്പോൾ ഒരു മിഡിലാണ്, അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇതിൻ്റെ അഡ്രസ്സ് ഞങ്ങൾ താഴെ ലിങ്കിൽ ഇടാം. ഇത് വാർവിക്ക്ഷയർ, ഒരു ബർമിംഗ്ഹാമിൻ്റെ അടുത്തായിട്ട് വരും. കോവൻട്രി ആ സൈഡിൽ കുറച്ചടുത്താണ്. ഒരു മിഡിലായിട്ട് വരും, മിഡിലാൻഡ് ആ സൈഡിലാണ്. വെതർ നോക്കിയിട്ട് വരിക, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. ഫുൾ ഡേ ഇവിടെ നമുക്ക് ടൈം പാസ് ചെയ്യാനുള്ളതുണ്ട്. ഇവിടുന്ന് പോരാനേ തോന്നുന്നില്ല ഇപ്പോൾ, ശരിക്കും പറഞ്ഞാൽ വെയിൽ വന്നു തുടങ്ങിയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്യൂലിപ്പ് ഫാം വിസിറ്റ് വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പൂക്കളൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. See you in the next vlog. Until then, bye bye.